ഒരു ആമയുടെ പ്രാർത്ഥന കേട്ട് സാക്ഷാൽ ശിവപാർവതിമാർ പ്രത്യക്ഷപ്പെട്ട അത്ഭുത കഥ. അഹങ്കാരം തലക്കേറിയ ഒരു സർപ്പത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ ഭക്തിയുടെയും നീതിയുടെയും അപൂർവ സംഭവം. ഒരിക്കൽ ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ ശാന്തവും പവിത്രവുമായ ഒരു നദി ഒഴുകിയിരുന്നു. ദേവന്മാർ പോലും സ്നാനം ചെയ്യാൻ എത്തുന്ന അത്രയും ശുദ്ധമായിരുന്നു ആ നദിയിലെ ജലം. ആ നദിക്കരയിൽ ഒരു ചെറിയ ആമ താമസിച്ചിരുന്നു. ദിവസവും അവൻ നദിക്കരയിലെ ഒരു ശിവലിംഗത്തിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. മന്ത്രങ്ങളോ ആചാരങ്ങളോ ഒന്നും അവന് അറിയില്ലായിരുന്നു. എങ്കിലും ഭക്തിയോടെ അവൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു: മഹാദേവ, അവിടുന്ന് മാത്രമാണ് എന്റെ മാതാവും പിതാവും. അവന്റെ ഭക്തിയിൽ സംപ്രീതനായ മഹാദേവൻ ഒരു ദിവസം അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മഹാദേവനെ കണ്ട ആ ആമ ഭയവും സന്തോഷവും കൊണ്ട് വിറച്ചുപോയി. മഹാദേവൻ പറഞ്ഞു: പുത്ര, നിന്റെ ഭക്തിയിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? അപ്പോൾ ആമ മഹാദേവനോട് പറഞ്ഞു: ഭഗവാനെ, ഈ നദിക്കരയിൽ ഒരു കൂറ്റൻ സർപ്പം വസിക്കുന്നുണ്ട്. അവന്റെ കരുത്തിൽ അഹങ്കരിച്ച് അവൻ മീനുകളെയും തവളകളെയും മറ്റ് ജീവിജാലങ്ങളെയും കൊന്നെടുക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഭയത്തിലാണ് കഴിയുന്നത്. ഗൗരവത്തോടെ മഹാദേവൻ പറഞ്ഞു: അവന്റെ സമയം ഇനിയും അവസാനിച്ചിട്ടില്ല. എന്നാൽ എവിടെയൊക്കെ അധർമ്മം ഉയരുന്നുണ്ടോ അവിടെ എന്റെ ശക്തി തനിയെ പ്രകടമാകും. ഇത് കേട്ടതോടെ ആമ ശാന്തനായി. അല്പസമയത്തിന് ശേഷം മാതാ പാർവതി നദിയിൽ സ്നാനം ചെയ്യാനായി എത്തി. ദേവിയുടെ കൈകളിൽ ദിവ്യമായ വളകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. തപസ്സിന്റെയും ത്യാഗത്തിന്റെയും ശക്തി ആ വളകളിൽ കൂടിക്കൊണ്ടിരുന്നു. ദേവി തന്റെ കൈകൾ വെള്ളത്തിൽ മുക്കിയപ്പോൾ ഒരു വള പൊട്ടി നദിയിൽ വീണു. ആ നിമിഷം നദിയിൽ ചെറിയൊരു പ്രകമ്പനം ഉണ്ടാവുകയും ഒഴുക്ക് വർദ്ധിക്കുകയും ചെയ്തു. എന്നാൽ ആ ആമ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആമ ഭയഭക്തിയോടെ മാതാ പാർവതിയുടെ ആ വളകൾ എടുത്ത് സൂക്ഷിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ക്രൂരനായ സർപ്പം അവിടെ എത്തി. അവന്റെ നീചമായ ദൃഷ്ടി ആ വളയിൽ പതിഞ്ഞു. അവൻ പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു: അലയോ കുഞ്ഞനാമേ, ഇതാരുടെ ആഭരണമാണ്? ഈ വള ഇത്രയും തിളക്കമുള്ളതാണെങ്കിൽ ഇതിന്റെ ഉടമസ്ഥ എത്ര സുന്ദരിയും ശക്തിയുമായിരിക്കും. തുടർന്ന് ആ ആമ മറുപടി നൽകി: ദുഷ്ട, ഇത് മാതാ പാർവതിയുടെ വളയാണ്. നിന്റെ അഹങ്കാരം ഉപേക്ഷിക്കൂ. പക്ഷെ സർപ്പം അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു: എനിക്കൊരു ദേവനെയും ദേവിയെയും ഭയമില്ല. പെട്ടെന്ന് നദിയിലെ വെള്ളം ഇരമ്പി ആർത്തു വന്നു. മാ പാർവതി നദിയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. ശാന്തമായി ദേവി സർപ്പത്തോട് പറഞ്ഞു: സർപ്പമേ, ഇനിയും സമയമുണ്ട്. നിന്റെ അഹങ്കാരം ഉപേക്ഷിക്കുക. എന്നാൽ സർപ്പം വഴങ്ങിയില്ല. ഞാനാണ് ഈ നദിയുടെ രാജാവ് എന്നവൻ ഭയമില്ലാത്ത രീതിയിൽ മാതാ പാർവതിയോട് പറഞ്ഞു. ഇത് കേട്ട മാ പാർവതിയുടെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു. ദേവി തന്റെ ത്രിശൂലം ഉയർത്തി. ഭഗവാന്റെ ഡമരുവിന്റെ മുഴക്കം കേട്ടതോടെ സർപ്പത്തിന്റെ കരുത്ത് നശിച്ചു. ആ സമയം മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് മഹാദേവൻ പറഞ്ഞു: നീ നിന്റെ ശക്തി ദുരുപയോഗം ചെയ്യുകയും ദുർബലരെ ഉപദ്രവിക്കുകയും ചെയ്തു. അതിനാൽ പ്രകാശമോ ശബ്ദമോ ഇല്ലാത്ത നിന്റെ കർമ്മഫലങ്ങൾ മാത്രം അനുഭവിക്കേണ്ടി വരുന്ന ഇരുണ്ട ലോകത്തേക്ക് നീ പോകട്ടെ. കരഞ്ഞുകൊണ്ട് സർപ്പം അപേക്ഷിച്ചു: അല്ലയോ മഹാദേവ, എനിക്ക് മരണം നൽകിയാലും ഇത്തരമൊരു ശിക്ഷ നൽകരുതേ. പക്ഷെ മാതാ പാർവതി പറഞ്ഞു: മരണത്തിന് മുമ്പ് പശ്ചാത്താപം അനിവാര്യമാണ്. ശേഷം സർപ്പം ഇരുളടഞ്ഞ ലോകത്തേക്ക് അയക്കപ്പെട്ടു. നദി വീണ്ടും ശാന്തമായി. എല്ലാ ജീവികളും സന്തോഷിച്ചു. ആമ കൈകൾ കൂപ്പി മാ പാർവതിയോടും മഹാദേവനോടും പ്രാർത്ഥിച്ചു. തുടർന്ന് മഹാദേവനും മാതാ പാർവതിയും ആ ആമയെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്നും അപ്രത്യക്ഷമായി. മഹാദേവനോടും മാ പാർവതിയോടുമുള്ള ആമയുടെ നിഷ്കളങ്കമായ ഭക്തി കാണിക്കുന്ന ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം ഗൗരി ശങ്കരായ നമഃ.